മണിമല പഞ്ചായത്തിലെ മുക്കട അനീഷിന്റെ സ്ഥാപനമായ എ&എസ് സ്കൂട്ടർ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ് പ്രാങ്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെ, ഈ ജീവനക്കാരൻ എന്ന് പറയുന്നത് ഒരു അന്യദേശ തൊഴിലാളിയാണ്. അപ്പോൾ മലയാളം ലാംഗ്വേജുമായിട്ട് പുള്ളിക്ക് എത്രത്തോളം പൊരുത്തമുണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു പണിയെടുക്കാൻ തീരുമാനിച്ചു. മലയാളം ഒരുവിധം സംസാരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാണാം. വേണ്ട, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛനാണ്. അപ്പോൾ പുള്ളി മെക്കാനിക്കൽ. ഇന്ന് കൂടെ നമ്മളോടെ പുള്ളിയെ കാണും. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈവ് ചെയ്യാൻ പോകട്ടെ, ഡ്രൈവ് പോകും. പുള്ളി ബുള്ളറ്റ് മറ്റേ ഓബിഡി ടൂളിൻ്റെയൊക്കെ നല്ല മെക്കാനിക്കാണ്. ഓബിഡി ടൂൾ നമുക്ക് വിഷയമില്ല. പിന്നെ ബുള്ളറ്റിൻ്റെ ഹെഡ് മാച്ച് ചെയ്യാം. പിന്നെ ഒരു പ്രശ്നമുണ്ട്, 2 ദിവസം പുള്ളി നിൽക്കട്ടെ. പേരെന്താ? അൻസാരി. ആരാ? അൻസാരി. ഹിന്ദിക്കാരനാ? ഹിന്ദി പയ്യ. അയ്യോ, എങ്കിൽ ഞാൻ വരൂലായിരുന്നു. കാര്യം അറിയാം, കഴിഞ്ഞ ഇതിന് നിന്ന് എന്റെ ഹിന്ദിക്കാരനെ എനിക്ക് ദേഷ്യം വന്നാണ് ഞാൻ അവിടെ കളഞ്ഞു. അല്ലാതെ അറിയും, അല്ലാതെ അറിയാം. എന്റെ അടുത്ത് ഹിന്ദി സംസാരിക്കരുത്. എന്തായാലും 2 ദിവസം പുള്ളി നിൽക്കട്ടെ. ഒരു കാര്യം ചെയ്തു, നിന്റെ മേൽനോട്ടത്തിൽ വേണം പുള്ളിയെ നിർത്താൻ ചെയ്യാൻ. റൂം എങ്ങനെ കളക്കാൻ പറ്റും? നീ എനിക്ക് റൂമില്ലേ? പിന്നെ റൂമുണ്ട്. നീ ഫുഡൊക്കെ പുള്ളി വെച്ചോളൂന്ന്. ഇത് ചതിയാ വല്ലാത്തൊരു ചതിയാ. നല്ലതാണ് ഫുഡൊക്കെ, അത് എല്ലാ ഫുഡൊക്കെ വെച്ചോളും. അനുസരിച്ച് അത് ശരിയാ, പക്ഷേ റൂമിനകത്ത് അങ്ങനെ കയറാൻ പറ്റില്ല. അതെന്തേ? ഞാൻ പെണ്ണല്ലല്ലേടാ, ഒരാണല്ലേ. പിന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അതെ അങ്ങനെ ആവത്തില്ല. 2 റൂമില്ലേ? ഇല്ല, എടാ ഞാൻ പെണ്ണല്ലല്ലോ, ആണല്ലേ. അത് ശരിയാ, ഞാൻ ഒറ്റയ്ക്കല്ലേ റൂമിനകത്ത്. ഞാൻ ഒറ്റ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വേണ്ട. അത് പേടിയാ? പേടിയാണോ? അനുസരിച്ച് നമ്മുടെ സിസ്റ്റം വേറെ സിസ്റ്റം. എന്ത് കുഴപ്പം എന്താണ്? കുഴപ്പമൊന്നുമില്ല. നിനക്ക് എന്നെ പേടിയാണോ? പേടിയൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കല്ലോ, ഇതില് 3-4 വർഷമായില്ലേ ഞാൻ ഒറ്റയ്ക്കല്ലോ ഒരു റൂമിനകത്ത്. അതുകൊണ്ട് ഇനി ആള് വേണമെന്നില്ലേ? അങ്ങനെ വേറെ റൂം അങ്ങനെ കിട്ടാൻ അനുസരിച്ച് ഞാൻ എന്താ ചെയ്യുന്നത് അത് പറ. ഒരു റൂമിനകത്ത് അങ്ങനെ കൊടുക്കുന്നത്. ഞാൻ പറയട്ടെ, ഇവിടെ ഞാൻ തൽക്കാലം കുറച്ച് ഞാൻ 2 ദിവസം ഞാൻ കാണത്തില്ല. ഞാൻ ബസ്സിൽ പോവാം. ഇവിടെ വർഷോപ്പിൽ അവിടെ മെക്കാനിക്കിന്റെ ആവശ്യം വരും. അജേഷ് ഭായി എപ്പോഴും അവിടെ കാണത്തില്ല. അപ്പോൾ ഓരോ മെക്കാനിക്കിന്റെ ആവശ്യമുണ്ട്. മെക്കാനിക്കിന്റെ ആവശ്യമുണ്ട് ശരിയാ, പക്ഷേ റൂമിന്റെ കാര്യത്തിൽ അങ്ങനെ ആവത്തില്ല. അപ്പൊ ഞാൻ വേറെ റൂം എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു കേട്ടു. കറക്റ്റാ, പക്ഷേ റൂമിന്റെ കാര്യം ഞാൻ പറഞ്ഞ കേക്ക്. ഫുഡിന്റെ കാര്യമൊന്നും അറിയണ്ടെന്ന്. ഫുഡൊക്കെ പുള്ളി വെച്ചോളൂ. ഞാൻ പറഞ്ഞു നീ ഒന്നും അറിയണ്ട. സാധാരണ നമ്മളെ കൂടെയാണ് നിർത്താത്തത്. ഇവൻ നമ്മളെ നിർത്തൂലെന്ന് പറഞ്ഞാ നീ എന്താ പറയണ്ടേ? അനുസാരി വലിയ റൂമല്ലേ? ചേട്ടാ ഞാൻ പിന്നെ എന്ത് ചെയ്യും? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെ പിന്നെ ഞാനിപ്പോ നിങ്ങൾ ദൂരെ വന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇതുവരെ വന്ന് ഷോപ്പിൽ നിൽക്കാന്ന് പറഞ്ഞാണ് വന്ന്. अनिश आलंग बहुत ले मैं क्या बोला आप समझे नहीं. मैं बोला रूम भी दे दो उसको. अगर ऐसा प्रॉब्लम है तो मेरा रूम भी दे दो, मैं दूसरा रूम पे एडजस्ट करेगा. अनिश का टेंशन क्या है പറ്റത്തില്ല. അനിസ് ഭയങ്കര എങ്ങനെ ഇഷ്ടമാണെങ്കിൽ പുള്ളിയിലെ ഇവിടെ നിന്ന് കൊടുക്ക്, റൂമിൽ കൊടുക്ക്. അത് എന്റെ ഒരു അപ്പൊ ഞാൻ ഇവിടെ കിടക്കാനാ? കടയിൽ കിടക്കാനാ? കട കിടക്കാനാ ഞാൻ പറഞ്ഞില്ല. ഇനി മനസ്സിലാക്ക്. നീ അല്ലേ പറഞ്ഞു മേടിച്ചോ? എന്റെ റൂം എടുത്തു, കുഴപ്പമില്ല. ഞാൻ വേറെ റൂം നോക്കുക. എന്റെ വേറെ റൂം അതിന് അവര് 2 റൂം എടുത്ത് തരൂല, ഒരു റൂമല്ലേ എടുത്ത് തരുള്ളൂ എന്ന് പറഞ്ഞാൽ. അനിഷിന്റെ ടെൻഷനില്ല. അനിഷ് വാടക കൊടുക്കണ്ട, എന്റെ റൂമിന്റെ വാടക കൊടുക്കാൻ ഞാൻ കൊടുത്തേക്കാം. വാടക എന്റെ റൂമിന്റെ. അപ്പൊ അതിന് നമുക്ക് പൈസ തരണ്ടേ അഡീഷണൽ? തരണ്ട. ഹലോ അനീഷല്ലേ? അതെ, അത് ഷോപ്പിലുണ്ടോ? ഉണ്ടല്ലോ. ആരാല്ല? കഴിഞ്ഞ ദിവസം വണ്ടി ശരിയാക്കിയായിരുന്നല്ലോ. ആരായിരുന്നു? ഇവിടെ നമ്മുടെ മുക്കട വന്നപ്പോഴത്തേക്ക് വണ്ടി സ്ട്രക്കായിട്ട് നോക്കിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഞാൻ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? പറഞ്ഞു ചേച്ചി, ഞാൻ ചേച്ചി തിരക്കില്ല. ഞാനിപ്പോ ഒരാൾ പറഞ്ഞു വിടാവേ. വണ്ടി നോക്കാൻ മതിയാണോ? സ്റ്റാർട്ട് ആവുന്നില്ല. അവിടെ മുക്കട അവിടെ ജംഗ്ഷന് വന്നപ്പോഴത്തേക്ക് സ്ട്രക്കായി. പിന്നെ മാക്സിമം ഞാൻ നോക്കി വീണ്ടും പോകാം. രക്ഷയില്ല. അനീഷിനെ വിളിച്ചു. പതുക്കെ പോ.
എവിടെ ഷോപ്പ് എവിടെ ഹലോ ഓടി വന്നിട്ട് നിന്ന് പോയാ ആ ഓടി വന്നിട്ട് നിന്ന് പോയി. എന്തൊരു ചൂട്. അകത്തോട്ട് വെയില് ഇത് ശാല അകത്തോട്ട് കയറ്റി. ആ കുറച്ചുകൂടെ. ആ മതി മതി മതി. അപ്പോ നിന്റെ അണ്ടറിൽ നിൽക്കണം കേട്ടോ. പറഞ്ഞില്ല ചേട്ടാ പണി അറിയാതെ പുള്ളിയെ നോക്കട്ടെ കേട്ടോ. പോട്ടെ നോക്കണേ. ശരിയാക്കി ഇതാരെ നേരത്തെ ശരിയാക്കിയേ? വേറെ പോലെ ഇന്ന് വന്നില്ല. ഇന്ന് വന്നില്ലേ? നല്ല പണിയായിപ്പോ എന്തായാലും കേട്ടാ. കറണ്ട് ഇല്ല കേട്ടോ. അണ്ണാ ഒരു പ്ലഗ് ഇറങ്ങി കറണ്ട് ഒക്കെ തരുമോ? പിന്നെ കറണ്ട് ഇല്ല. അവിടെ കറണ്ട് എടുക്കട്ടാ. അവിടെ നിന്ന് കറണ്ട് എടുത്ത് കൊടുത്തിട്ട് നോക്കാമോ നമുക്ക്? അതിൽ നിന്ന് കിടന്ന് കറണ്ട് എടുത്ത് കുത്തിയാൽ കറണ്ട് വരൂലേ? ससिबिया ये क्या बोल रहे हैं? वो तो इधर से एक लाइन रहेगा, गाड़ी इंजन उधर से बाहर से लाइन. കറണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ കൊടുത്തല്ലേ ചെക്ക് ചെയ്യണം നമ്മള്. ഇത് കൊടുത്ത് ചെക്ക് ചെയ്യാൻ പറ്റൂലേ? പ്ലഗിനകത്ത് കറണ്ട് വരാനില്ല. അതെല്ലാം പറഞ്ഞ അതിൽ നിന്ന് കറണ്ട് എടുത്ത് കൊടുത്താൽ പ്ലഗിൽ കറണ്ട് വരൂലേ? ഇപ്പൊ പ്ലഗിന്റെ കുഴപ്പമാണ് നമുക്ക് അറിഞ്ഞൂടെ? അടുത്താരും നിനക്ക് മനസ്സിലായ? എനിക്ക് മനസ്സിലായി. ബൈക്കാ ബൈക്ക് തന്നെ ഞാൻ പറഞ്ഞത്. നമ്മൾ അതിൽ നിന്ന് ഒരു കറണ്ട് എടുത്തേ ഈ പ്ലഗിന്റെ അവിടെ കൊടുത്താൽ കറണ്ട് വരുമല്ലോ. അങ്ങനെ വരത്തില്ല. നീയാ പറയണത്. നീ ആ പ്ലഗിൽ കൈ ഇട്ട് നോക്കിയാൽ അതിൽ കറണ്ട് വരുമില്ല നോക്കാം. നീ ഇതൊന്നും പഠിച്ചിട്ടില്ലേ? ആണാ തിരുവനന്തപുരത്തൊക്കെ നമ്മളെ പ്ലഗിൽ കറണ്ട് വന്നില്ലെങ്കിലേ നമ്മൾ ഇതിൽ ഒരു ലൈൻ മേടിച്ച് കൊടുത്തു നോക്കിയാൽ സ്പാർക്ക് ചെയ്ത് നോക്കും കറണ്ട് വരണ്ടുണ്ടായില്ലേ എന്ന്. ഇവൻ ഇതൊന്നും അറിഞ്ഞൂടാ. ഇതിനെയൊക്കെ പറഞ്ഞു വിടും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇതൊക്കെ പറയും. ഈ വർക്ക്ഷോപ്പ് കത്തിയും കേട്ടോ. അവസാനം ഇയാളുടെ വിലയിലാകുവേ. അറുന്നാണ് എവിടെ ഇരിക്കുന്നത്? അൻസാരി അതിന്റെ അറുനാളുടെ എവിടെ ഇരിക്കണേ? അതൊന്ന് നോക്ക്. ഞാൻ വിളിക്കട്ടെ അറുനാട്. ഇവിടെ ഒരു അറുനാടില്ലേ? അറുനാടിൽ ഇളക്കി നോക്ക്. ചുമ്മാ കറണ്ടില്ല എന്ന് പറഞ്ഞ ഓടി വന്ന വണ്ടിയല്ലേ? ഈ വയറുണ്ട് ഇത് വലിച്ചളക്കണേ കേട്ടെ. അത് വലിക്കട്ടെ. ഇത് പൊട്ടി കിടക്കണം. പൊട്ടി കിടക്കല്ലേ അവിടെ? കൈയിട്ട് വെക്കണം. വേണ്ട പൊട്ടി കിടക്കണം. അങ്ങനെ പിടിക്കല്ലേ വണ്ടിയുടെ പുള്ളിക്ക് കൊടുക്കാം. ഇങ്ങനെ ചുമ്മാ ഇങ്ങോട്ടായിട്ട് കറങ്ങി മാറ. വേറെ പ്രശ്നമില്ല വണ്ടിക്ക്. പ്രശ്നമില്ലെങ്കിൽ അവരെപ്പോഴാ ഓടിച്ചു പോയാനെ? അവിടെ പിടിക്കല്ലേ. അവിടെ കറണ്ട് കംപ്ലൈന്റ് ഒന്നും ഇല്ല. ആ നിനക്കെങ്ങനെ അറിയാം എവിടെ കറണ്ട് കംപ്ലൈന്റ് ഇല്ലെന്ന്? വേറെ ഇങ്ങോട്ട് അവിടെ പിടിക്കല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇളകി കിടക്കണണ്ട കൈമാറാ അങ്ങോട്ട്. കൈമാറാണ്. ഇത് ഇവിടുത്തെ പണിക്കാരനാണോ? ഇയാളാണ് അന്ന് എന്റെ വണ്ടി പണിഞ്ഞ? എന്താ സ്റ്റാർട്ട് ആകാനല്ലോ പിന്നെ ഓഫായേ? എനിക്കങ്ങനെ അറിയാം. എന്ത് പാടേ ഇത്? എന്താ വലിച്ചിട്ടുണ്ടോ? അവിടെ വയറ് പൊട്ടി കിടക്കുന്നുണ്ട്. कैसा आदमी है? पूरा वायरस है नोसर है. എയുടെ പേരെന്തുവാ? ചേച്ചി ഞാൻ എന്താ ഞാൻ ഒന്നും പറയാൻ പറ്റില്ല. പുള്ളിക്ക് എന്താ പറഞ്ഞു? എയുടെ പേരെന്തുവാ? എനിക്ക് അൻസാരി. അൻസാരി. ഇത് ഞാൻ ഇയാളെ ശരിയാക്കാൻ കൊടുക്കണം. ശരിയാക്കില്ല വണ്ടി. ഈ പണി അറിയാത്തവരെ കൊണ്ട് ഇത് പിന്നെ ശരിയാക്കാൻ നോക്കി നശിപ്പിച്ചു തരത്തില്ലേ? തരൂല്ലേ? ചേച്ചി വണ്ടി കൊണ്ടുപോകണ ബായ് നല്ല പണിയാ. പൊട്ടിയിരിക്കണ്ട. വണ്ടിക്ക് ഞാൻ
പറഞ്ഞില്ല മാറി അങ്ങോട്ട് ഞാൻ വയറ് പൊട്ടിയിരിക്കുന്നു. മാർക്ക് അങ്ങോട്ട് വാരി അങ്ങോട്ട് ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ അവിടെ മാറി അവിടെ വണ്ടി അവിടെ പുള്ളിക്ക് ലേറ്റ് ആയിട്ടുണ്ട് പുള്ളി എവിടെ ജോലിക്ക് പോകാനാ പുള്ളി ഇവിടെ ചുമ്മാ നോക്കി എനിക്ക് പത്തനംതിട്ട വരെ പോകാനുള്ളതാ. പത്തനംതിട്ട. ഞാൻ കൊണ്ടുവിട്ടാ മതിയാ? കൊച്ചേ ശരി അവിടെ പോവാ അവിടെ പോയി കിടക്കും മാറാ ഇവിടെ ഉണ്ട് വണ്ടിന്റെ അവിടെ പോയി കിടക്കും വണ്ടി നോക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ അവിടെ പോയി അവിടെ കിടക്കേ എവിടെ കിടക്കാൻ? എന്താ പറയുന്നത് പുലിക്ക് അവിടെ പോയി ആദ്യം ഓയിലുണ്ടോ? അവിടെ ഓനുണ്ടോ ഇവിടെ ഓയിലുണ്ടെന്ന് നോക്കിയാ? ആ പറഞ്ഞില്ലേ എന്റെ വണ്ടി നോക്കാൻ നോക്കണ്ട കേട്ടോ മൊത്തം ചൂടായിട്ടുണ്ടോ അങ്ങോട്ട് മാറ് ഞാൻ പറഞ്ഞില്ലേ അല്ല ഓയിലില്ല. ഓയിൽ എല്ലാം ഉണ്ട് മാറ അങ്ങോട്ട് മാറ് ഒരു മെക്കാനിക്കലിന് വേറൊരു മെക്കാനിക്കൽ ഒറ്റ കൊടുക്കല്ലേ? ഞാൻ പറഞ്ഞില്ലേ നീ ഒരു മെക്കാനിക്കല്ലേ? മെക്കാനിക്കല്ലേ പിന്നെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ആക്കിയില്ലേ നീ സ്റ്റാർട്ടായില്ലേ നീ സ്റ്റാർട്ട് ആക്കും നോക്കും. അങ്ങനെ വേറെ ഇത് ഊരിട്ടുണ്ട് പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ആകും എന്ത് വലിച്ചു ഞാൻ പറഞ്ഞ വയറ് പൊട്ടിയിരിക്കുന്നത്. മാറ അങ്ങോട്ട് എടാ വയറ് പൊട്ടിയിരിക്കണ നോക്കടാ. ഞാൻ വിളിച്ചിട്ടുണ്ട് ആയിഷനെ വിളിച്ചിട്ടുണ്ട് ഇയാളെ ഇയാൾക്കറിയോ? ഞാൻ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ വരുന്നു ഞാൻ പറഞ്ഞ താള മൊത്തം ചൂടായി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് മാറ ഇവിടുന്ന് മാറ അത് നീ ഐസ് എടുത്ത് തലയിൽ. ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ മാറ വണ്ടി എന്താ മനുഷ്യന്റെ വന്നായി അല്ല അല്ല ബ്രദറെ എന്റെ കുഴപ്പമില്ല ഇവിടെ ഉള്ളതല്ലേ ഈ വർഷത്തിലുള്ളതല്ലേ? ഇപ്പൊ വന്നിട്ടുണ്ടോ എവിടുന്ന് കയറും കൂരി വന്നതാണോ താന്? കയറൂരി ആരെ ഇഷ്ടപ്പെട്ടു തന്നെ? ചേച്ചി നിങ്ങൾക്ക് വണ്ടി മാറി അങ്ങോട്ട് വയറ് ആദ്യം നോക്ക്. അവിടത്തെ ഒന്ന് വാറ് പൊട്ടിക്കല്ലേ കേട്ടോ വയറ് പൊട്ടിയിട്ടില്ല പൊട്ടിയിരിക്കല്ലേ? മാറ അവിടുത്തെ എടാ വയറ് പൊട്ടി പോയടാ. ഹിന്ദിയിൽ ചീത്ത വിളിച്ചാണല്ലോ പറഞ്ഞേട്ടാ. ഞാൻ 10-20 വർഷം കൊണ്ട് ഹിന്ദി ചീത്തയാണോ വിളിച്ചത്? ഹിന്ദി ചീത്തയാണോ വിളിച്ചത്? അല്ലല്ലോ. എടാ ഇവിടെ ഒരു വയറ് പൊട്ടി കായ് മാറ അവിടുത്തെ കായ് മാറ് ഞാൻ പറഞ്ഞല്ലോ കായ് മാറ അവിടുത്തെ അവിടെ ഒത്തിരി വാറുണ്ട് ഒരു വാറ് പൊട്ടി കിടക്കാൻ ഞാൻ തുറന്നു നോക്കട്ടെ. ബ്രദറെ എനിക്കൊന്ന് പോണം. ചേച്ചി ഞാൻ എന്താ ചെയ്യണേ അനീഷ് ഇയാളെ ഏൽപ്പിച്ചിട്ടാണ് പോയി. അനീഷ് ഇയാളെ ഏൽപ്പിച്ചിട്ട് പോയി. വേറെ ശരിയാ ഇതിനെയൊക്കെ എവിടെ പറഞ്ഞിട്ട് ചേട്ടാ ഇങ്ങോട്ട് വാ ഞാൻ പറയാം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് എവിടെ കട ഈ സൈഡ് അവിടെ പോയി കിടക്കും എവിടെ? അവിടെ അവിടെ കയറി അവിടെ പോയി കിടക്കും ഇവിടെ ഒന്നും നോക്കണ്ട ഇവിടെ ഞാൻ പറഞ്ഞില്ലേ താക്കുല്ല ഇവിടെ ഒരു വാറ് നോക്കണ്ട അവിടെ പോയി നോക്കും അവിടെ ഇങ്ങോട്ട് വാ ഈ സൈഡിലോട്ട് വാ മുതലാളി വരുമ്പോ ഞാൻ ഇവിടെ നന്നാക്കി മുതലാളി വരുമ്പോഴേ നോക്കണം മുതലാളി ഇല്ലല്ലോ അവിടെ പോയി നോക്കാം അതല്ല അതിന് മുമ്പ് ഞാൻ പണിയതെന്ന് പറയണ്ടേ? എനിക്ക് പണിയുടെ ഇതനുസരിച്ചിട്ടില്ലേ എന്നെ മുതലാളി നിർത്തുള്ളൂ. അത് നിനക്കറിഞ്ഞൂടെ? വണ്ടിക്ക് ഇപ്പൊ നോക്കണ്ട പുള്ളിക്ക് ലേറ്റ് ആയിട്ടുണ്ട് പുള്ളി ജോലിക്ക് പോകണം അവിടെ വേറെ ഒന്ന് വലിക്കണ്ടേ വേറെ ഒന്നും കുഴപ്പമില്ലേ? വേറെ ഒന്നും കുഴപ്പമില്ല ഈ വയറൊക്കെ എന്തിനാ വെച്ചേക്കുന്നത്? ഈ സൈഡ് അങ്ങനെ ഞാൻ പറഞ്ഞില്ല വണ്ടി അങ്ങനെ വേറെ നോക്കണ്ട അതിനെ പറഞ്ഞു വിട്ട് ശരിയാക്കോ. ചേച്ചി വേഗം എനിക്ക് പോണം. നല്ല പണിയാ. അന്ന് പറഞ്ഞിട്ട് മാറിക്ക് വണ്ടി ഒന്നും നോക്കിയിരിക്കും വണ്ടിക്ക് എടാ, വയറ് നോക്കണ്ടേ? ഞാൻ നോക്കിയിട്ടുണ്ടല്ലേ ഞാനും നോക്കണ്ടേ? എന്തൊരു കുരിശാന്ന് പറയല്ലേ. അൻസാരി നീ मेरा साथ यार സാധ്യ ആരുമായിട്ട് अनिस क्या कर रहा है मेरा साथ यार അനീഷ് അനീഷിപ്പോ വരും. ഞാൻ പറഞ്ഞു ഇവിടുത്തെ എന്റെ അമ്മേ അടുത്ത വലിച്ചു പൊട്ടിക്കാൻ പോണേ. അവിടെ എടാ ഇവിടെ ഒരു വയറ് പൊട്ടി കിടന്നേ ഒന്നും വാറ പൊട്ടി കിടക്കില്ല ഇവിടെ മാറാൻ വണ്ടി ഞാൻ കണ്ടടേ. ഒരു വാറ പൊട്ടിച്ചത് എടാ ഒരു വയറ് പൊട്ടി കിടക്കുന്ന കണ്ടില്ലേ? ഇല്ലേ ഒന്നും കാണില്ല ഞാൻ ശരിയാക്കാം കുഴപ്പമില്ല ഞാൻ കണ്ടതല്ലേ? ഞാൻ റെഡി ആക്കിയിട്ടുണ്ടല്ലോ വണ്ടി ഞാന് നീ സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞില്ലേ നീ പോ. എന്നാ നോക്കിയിരിക്കുക എന്നാ നോക്കുക ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ ചുമ്മാ അനീഷ ഞാൻ അത്ര പേര് പറഞ്ഞിട്ടുണ്ട് അവിടെ നോക്കാൻ പിന്നെ എന്നോ ചുമ്മാ വാര വലിച്ചിട്ടുണ്ട് എടാ ഞാൻ മോണിൽ ഒന്നും പറയണ്ട കേട്ടോ എനിക്കൊന്നും പറയണ്ടേ? ഒന്നും പറയണ്ട അനീഷ് പറഞ്ഞല്ല ഒന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ട എടാ ഞാൻ കണ്ട കാര്യം ഒന്നും കണ്ടണ്ട ഒന്നും കാണണ്ടേ? ഇല്ല എടാ അതിന്റെ മോളിൽ ഒരു വയറ് ഞാൻ പറഞ്ഞില്ലേ നീ എന്ത് പറഞ്ഞു?
ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വണ്ടി അങ്ങോട്ട് വരണ്ട. എടാ മോളിൽ നിന്ന് ഞാൻ പറഞ്ഞത് വണ്ടിയിലോട്ട് വരണ്ട. എടാ മോളിൽ നിന്ന് പിന്നെ വേറെ സംസാരിക്കണ്ട, വേറെ ഒന്നും സംസാരിക്കണ്ട. ഇങ്ങോട്ട് വണ്ടിയിലോട്ട് വരണ്ട. എടാ ഈ CD യൂണിറ്റ് ഇളക്കി നോക്കട്ടെ. ഈ സൈഡ് ഈ സൈഡ്. എന്റെ കൊച്ചേ അൻസാരി, എടാ അൻസാരി ബ്രദറെ, അൻസാരി എടാ മോളിന്ന് ഒന്നുമല്ല, മോളിന്ന് വരുന്ന ഒരു ചോപ്പ് ഇല്ല, വണ്ടി റെഡി ആയതാ, വണ്ടി റെഡി ആയതാ. പിന്നെ ഇപ്പൊ എന്ത് റെഡി ആവാത്ത? അവിടെ നിക്ക്, ഞാൻ പറഞ്ഞു അവിടെ നിക്ക്. ഞാൻ വണ്ടി റെഡിയാക്കി കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ ഈ ചോപ്പ് വയർ ഒരു ഇങ്ങനെ പോകുമ്പോ അവിടെ വല്ല വന്ന് കത്തിപ്പോയാലോ? ആ ചോപ്പ് വയർ ഇളകി കിടക്കയില്ലേ? കത്തിപ്പോലെ എന്ത് തെരി വിൽക്കോല്ലേ, എന്തെങ്കിലും തെരി വിൽക്കോല്ലേ. നിന്നെ അതുകൊണ്ട് നീ അവരെ ജീവൻ കളയാ. അങ്ങനെ കത്തി വരക്കും. ഞാൻ നല്ലതായിട്ട് നോക്കിട്ടുണ്ടല്ലോ, വണ്ടി റെഡി ആയി. പിന്നെ എങ്ങനെ കത്തിപ്പോ? ഇനി വരത്തില്ലേ? അപ്പൊ ആ ചോപ്പ് വയർ വേണ്ടേ? അതിൽ കൊടുത്ത ആ ചോപ്പ് വയർ വേണ്ടേ? നീ അല്ലേ പറയാ? എന്തോ ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. നിങ്ങൾ അങ്ങോട്ട് വീട്ടും പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ വണ്ടി എങ്ങനെ ശരിയാക്കിട്ടാ? ചുവപ്പ് വയറ് പച്ച വയറ്, നിങ്ങൾ എന്തീ പറയുന്നത്? എവിടെ പോകണ്ടേ? ആര്? ഞാനാ? ഞാൻ തിരുവനന്തപുരത്ത് പൊക്കോ, തിരുവനന്തപുരം പൊക്കോ. ഇത്ര കിലോമീറ്റർ തിരുവനന്തപുരം പൊക്കോ. പൈസ ആരെ പൈസ? അനീഷിനെ വിളിച്ച്, അനീഷിനെ വിളിച്ച്. ഇവിടെ വണ്ടിക്കൂലി പോട്ട് ഇവിടെ ഇങ്ങോട്ട് ഇവിടെ നിക്കണ്ട, ഒരു മിനിറ്റ് നിക്കണ്ട, അവിടെ പോയി നിക്ക്. അനീഷ് വേറെ വണ്ടി കൂടി ഇങ്ങോട്ട് വരണം, അവിടെ പോയി നിക്ക്. ഞാൻ പറഞ്ഞു അവിടെ പോയി നിക്ക്. അനീഷിനെ എവിടുന്ന് കിട്ടി നിങ്ങളുടെ മുതലാളിക്ക്? ഇവിടെ വരണ്ട, വണ്ടിയിലൂടെ ഞാൻ പറഞ്ഞില്ല. ലാസ്റ്റ് ഞാൻ ഓർമ്മ ഇങ്ങോട്ട് വരണ്ട. ലാസ്റ്റ് കാര്യം എന്തെന്ന് പറയാം. കാര്യമൊന്നുമില്ല. ആരെ കാര്യം പറയാനേ? ആരാ ഇവിടുത്തെ ആരെയാണ്? ആരൊക്കെ കാര്യം പറയുന്നത്? എടാ ഒരു വയറായിട്ട് ഒന്നും ആരില്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി നിൽക്ക്. ഇവർ വരണ്ട, കടയിലോട്ട് വരണ്ട. ചേച്ചി ഞാൻ ശരിയാക്കി തരാം. ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ മത്സരിച്ചാലേ എനിക്ക് പോകാൻ പറ്റില്ല. വെച്ചിട്ടേ വേറെ സംസാരിക്കണ്ടേനെ, സംസാരിക്കണേ പോ. എന്ത് സംസാരിക്കണ്ടെന്ന് പറഞ്ഞാ? അപ്പൊ ആ ഷോപ്പ് വയറ് ആയി കിടക്കണ്ടെന്നാണ് നീ പറയണത്? ചുമ്മാ അവര് കമ്പനി വെറുതെ വെച്ചേക്കണാണോ? അല്ലേ? ഇത് मजाक नहीं हो रहा है. मैं पटक से मार देगा. मैं मैं मार देगा बीपी, फिर इसको छोड़ेगा नहीं. मैं ഇത് സ്റ്റാർട്ട് ആയതല്ലായിരുന്നോ? ചേച്ചി ഇവിടെ ഒരു ചോപ്പ് വയറ് പോണണ്ട. എവിടുന്ന് പോയി? ഇവിടെ ഒന്ന് വേറെ നോക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ വണ്ടി, ഞാൻ പറഞ്ഞില്ലേ വണ്ടി നോക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നിനക്ക് ഇത്ര നല്ല സമയത്ത് ഞാൻ പറഞ്ഞു നോക്കണ്ടേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര പേര് സമയത്ത് ഞാൻ പറഞ്ഞിട്ട് കേൾക്കത്തില്ലേ? വണ്ടി വേറെ പ്രശ്നം ഇല്ല. ഞാൻ പറഞ്ഞിട്ട് പുലിക്ക് അവരെ ജോലിക്ക് പോലെ സമയം കളഞ്ഞിട്ടുണ്ടോ? അല്ല എന്റെ ജോലിക്ക് വന്നല്ലേ? എന്റെ സംശയം എന്റെ ഒരു സംശയം തീർക്കുക. ഈ ചോപ്പ് വയറെന്തിനു പിന്നെ നീ ഇളക്കിട്ടേക്കുന്നത്? ചോക്ക് പറഞ്ഞു ഞാൻ നോക്കിട്ടുണ്ടല്ലേ. എന്തോ വയറ് അവിടെ പോയി നോക്ക്. ഇതെന്തൊരു കാഷ്ടം പറഞ്ഞ. എവിടെ പോയതാണ്? എടാ അതെ ആ ചോപ്പ് വയറ്, ആ വയറ് ഒരു വയറില്ലേ? ആ വയറില്ലേ? ഒരു വയറില്ല. അവിടെ പോയി നിക്ക്. ആ വയറ് എന്ത് ഞാൻ പറഞ്ഞ ഒരു വയറില്ലേ? ആ ചോപ്പ് വയറ് കിടക്കണതാ കാണാനായിട്ട്. ഈ പുലിയായി മെന്റൽ ഹോസ്പിറ്റലിൽ വന്നതാണോ? മെന്റൽ ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് വന്നതാണ്. പുലിയാ? ഞാൻ പുലിയാ? നീ എന്ത് പറയണേ? ഞാൻ പുലിയാ? അവിടെ പോയി നിക്ക്, ഒരു 10 മിനിറ്റ് നിക്ക്, പിന്നെ സംസാരിക്കണേ. എനിക്കൊരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ? ഡൗട്ട് പിന്നെ ചോദിച്ചാൽ മതിയല്ലേ? ഇപ്പൊ ഒന്ന് ചോദിക്കണ്ട. അതിപ്പോ ഇങ്ങനെ കാണുമ്പോഴല്ലേ അത് ചോദിക്കാൻ പറ്റൂ. ഈ ചോപ്പ് വയറ് കണ്ട. അത്ര സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേൾക്കത്തില്ലേ? ഞാൻ എന്തോ പറഞ്ഞേ? പത്ര സമയത്ത് കേട്ടാ? ഏതാ സംസാരിച്ചു? അത് കണ്ട അലീഷ്? അത് കണ്ട? എന്ത്? ആ ക്യാമറ കണ്ടോ? ഇത് ഒരു പ്രാങ്ക് ഷോ ആണ്. അനീഷ് ഉൾപ്പെടെ നിനക്ക് തന്നൊരു പണിയാണ്. ഇവർക്കൊക്കെ അറിയാം. അൻസാരി ഇത് ബിഗ് പ്രാങ്ക്സ് മനസ്സിലായ? ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു ചാനലിന്റെ പ്രാങ്ക് ഷോ ആണ്. നമ്മൾ അനീഷിനെ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു. ഈ വണ്ടി ഞങ്ങൾ അവിടെ വെച്ച് റിപ്പയർ ആക്കി വഴി വെച്ചിരുന്നതാണ്. മനസ്സിലായ?
ഞങ്ങൾ ഇന്ന് പ്രാങ്കമായിട്ട് നിൽക്കുന്ന മണിമല പഞ്ചായത്തിലെ മുക്കട എന്ന സ്ഥലത്താണ്. അതെ, ഞങ്ങൾ അനീഷ് നമ്മളെ നേരത്തെ 2 എപ്പിസോഡിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അനീഷിന് സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പുണ്ട്. വർക്ക്ഷോപ്പിൽ ഒരു അന്യദേശ തൊഴിലാളി ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പിള്ളേരെ കൊണ്ട് പിള്ളേർ 4 പിള്ളേരുണ്ട്. 4 പിള്ളേരുണ്ട്. ആരൊക്കെയാ പിള്ളേരുടെ പേര്? ഒരു ആലിയ ഉണ്ട്, ഒരു അർബാജ്, ആര്യൻ, ആരിഫ്. സ്ഥലം എവിടെയാണ്? ബീഹാർ നേപ്പാൾ അടുത്ത ബോർഡർ. നേപ്പാളിന്റെ അടുത്ത് ബോർഡർ. വൈഫിന്റെ പേരാ? ഫ്രീന. ഇവിടെ എത്ര വർഷം കൊണ്ട്? ഇവിടെ ഒരു 3.5 വർഷമായി. നമ്മള് ഇവിടെ കേരളത്തിനകത്ത് വന്നിട്ട് എത്ര വർഷമായി? കേരളത്തിന് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. മലയാളം ഇത്രയും പെട്ടെന്ന് വ്യക്തമായിട്ട് പഠിച്ചത്? നമുക്ക് ഹിന്ദി ആടില്ല. നമുക്ക് എല്ലാ കസ്റ്റമറിന് മലയാളത്തിൽ മാത്രം സംസാരിക്കും. എന്റെ മുതലാളിന്റെ ഹിന്ദി അറിയത്തില്ല. ഹിന്ദി അറിയില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മളെ കൊണ്ട് പിടിയെത്തിയത്. അതിന്റെ നമുക്ക് ഒരു പട്ടം മലയാളം പഠിച്ചു. വണ്ടിയുടെ എല്ലാ പണിയും ചെയ്യും. എല്ലാം പണി ചെയ്യും. ഞാൻ ഈ ചുവപ്പ് വയർ കണ്ടുപിടിക്കാൻ ഇപ്പഴും ചോദിക്കാം, ആ ചുവപ്പ് വയർ അവിടെ പോയി? ആ ചോക്ക് വയർ അതിനകത്ത് ഇല്ലായിരുന്നു. ഇല്ല, ടെൻഷൻ കൊണ്ട് എന്നെ അടിക്കണമെന്ന് തോന്നിയില്ലേ? അങ്ങനെ ഒരു നമുക്ക് ഇതാണെങ്കിൽ മൈൻഡിനകത്ത് കയറത്തില്ലല്ലോ. മൈൻഡ് വരില്ലല്ലേ ഇതാണ് നമുക്ക് വേറെ സംഭവം മൈൻഡിനകത്ത് ടെൻഷൻ ഉണ്ടല്ലോ. അങ്ങനെ നമുക്ക് പണി ജോലി സമയത്ത് ടെൻഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് മൈൻഡ് പെട്ടെന്ന് ഹാങ് ആവുമല്ലോ. നമ്മളെ ഇത്രയും പേര് നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നു. ഇവിടെ റോഡ് സൈഡാണ്, കുറച്ച് ഡിസ്റ്റർബൻസ്, ഓഡിയോ ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ അത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോമഡി ഷോയാണ്, ഒരു പ്രാങ്ക് ഷോ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രാങ്ക് ഷോയിൽ പെട്ടുപോകുന്നത് അല്ലേ? അത് എനിക്ക് ഒരു പ്രാങ്ക് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇനി പ്രാങ്ക് വന്നാൽ അറിയും. നമ്മളെ സഹായിക്കാൻ ഇത്രയും പേരുണ്ടായിരുന്നു. പേര് പറയാം. ജോജൻ ജോസഫ്. പിന്നെ ബീനു. ഓക്കെ. പിന്നെ നമ്മുടെ രാജേഷാണ് നമ്മുടെ ഇവിടെ ഇതെല്ലാം അറേഞ്ച്മെന്റ് ചെയ്തിട്ട് വിളിച്ചത്. ക്യാമറയ്ക്ക് പിന്നിലാണ് ഇന്ന് നിൽക്കുന്നത്, മുന്നിൽ ഇന്ന് വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനം കൊണ്ട് വാങ്ങണം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന ഒരു ക്യാഷ് പ്രൈസ്. ഗ്രേസൺ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കോണം വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. മുറുകെ പിടിച്ചു. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. ഓക്കെ ബൈ. സന്തോഷമായി. ആ വയറ് കണ്ടുപിടിച്ചിട്ട് ഇന്ന് വീട്ടിൽ പോയാൽ മതി, ഇല്ലെങ്കിൽ പോണ്ട. ഓക്കെ ഏട്ടാ, ശരി ശരി.